ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ KTU MCA തേർഡ് സെമ്മിലുള്ള ഡേറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അതിലുള്ള ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡേറ്റ സയൻസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഡേറ്റ സയൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സൂപ്പർവൈസ്ഡ് മോഡൽസ്, അൺസൂപ്പർവൈസ്ഡ് മോഡൽസ്, പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്, അങ്ങനെ ഒരെണ്ണം കൂടിയുണ്ട്. ബട്ട് ഇതിൽ നമുക്ക് മെയിനായിട്ട് രണ്ടെണ്ണം മാത്രമാണ് പഠിക്കാനുള്ളത്: സൂപ്പർവൈസ്ഡ് മോഡൽസും അൺസൂപ്പർവൈസ്ഡ് മോഡൽസും. ഇനി സൂപ്പർവൈസ്ഡ് മോഡൽസ് എന്താണെന്ന് വെച്ചാൽ, ഇത് ലേബിൾഡ് ഡേറ്റ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ലേബിൾഡ് ഡേറ്റാസ് ആയിരിക്കും. ഇൻപുട്ട് വേരിയബിൾസ് ഏതാണോ അത് ബേസ്ഡ് നമുക്ക് ഔട്ട്പുട്ട് വേരിയബിൾസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷനൊക്കെ. ഇനി അൺസൂപ്പർവൈസ്ഡ് മോഡൽസ് ആണെങ്കിൽ ലേബിൾഡ് ഡേറ്റ ആയിരിക്കത്തില്ല, അൺലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിലുള്ള പാറ്റേൺസൊക്കെ അതായിട്ട് ഡിസ്കവർ ചെയ്യും. അതിൻ്റെ പാറ്റേൺസൊക്കെ ഡിസ്കവർ ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യും. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ക്ലസ്റ്ററിങ്, അസോസിയേഷൻ അനാലിസിസ്, അതൊക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൂപ്പർവൈസ്ഡ് മോഡൽസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറയും ഇതാണെങ്കിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ട്രെയിനിങ് ഡേറ്റ ആണെന്ന് വെക്കാം. ഇതിൽ ആപ്പിളുണ്ട്, കപ്പ് കേക്ക് ഉണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ ഡയഗ്രാമിൻ്റെ കൂടെ തന്നെ നമ്മളത് ആപ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് കപ്പ് കേക്കിൻ്റെ ഡയഗ്രാമിൻ്റെ കൂടെ കപ്പ് കേക്ക് എന്നും പറയുന്നുണ്ട്. ഇതാണ് ലേബിൾസ്, പിക്ചറിൻ്റെ ലേബിളാണ്. ഇപ്പോൾ ആപ്പിൾ, ഈ ഗ്രീൻ കളറിലുള്ളത് ആപ്പിൾ ആണെങ്കിൽ അത് ആപ്പിൾ എന്ന് നമ്മൾ മെയിലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ് കേക്ക് ആണെങ്കിൽ കപ്പ് കേക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ട്രെയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു കപ്പ് കേക്ക് മാത്രം അൺസീൻ ആയിട്ടുള്ള ഡേറ്റ എടുത്ത് കാണിക്കുവാണെങ്കിൽ അത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും കപ്പ് കേക്ക് ആണെന്ന്. ഇതാണ് സൂപ്പർവൈസ്ഡ് മോഡൽസ്. നമ്മൾ ലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റ കൊടുത്ത് തന്നെ ട്രെയിൻ ചെയ്യും. അപ്പോൾ അത് ബേസ്ഡ്, ഇൻപുട്ട് ബേസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ നമ്മൾ ലേബിൾ കൊടുക്കത്തില്ല, അൺലേബിൾഡ് ഡേറ്റാസ് ആയിരിക്കും കൊടുക്കുന്നത്. അത് തന്നെ സ്വന്തമായിട്ട് ഗ്രൂപ്പ് ചെയ്തോളും. ഓക്കെ, ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സൂപ്പർവൈസ്ഡ് മോഡൽസിന്. ഇതിൽ ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ ഡയഗ്രാംസ് ഉണ്ട്. പിന്നെ ലേബിൾഡ് ഡേറ്റ ആണ്. ഇതിൽ കുറേ ഡയഗ്രാംസ് ഉണ്ട്. പിന്നെ താഴത്തെ ഇതിൽ ലേബിൾസ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഷേപ്പും ഇതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ മെഷീനിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിലുണ്ടെങ്കിൽ ഹെക്സഗൺ, ഇതാണെങ്കിൽ ട്രയാങ്കിൾ, ഇതാണെങ്കിൽ സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റാസിൻ്റെ അകത്ത് കുറേ, ഈ 3 ഷേപ്പും തന്നെ കുറേ ഉണ്ട്. ഓക്കെ, ഇതായിരിക്കും നമ്മൾ ട്രെയിനിങ്ങിന് കൊടുക്കുന്നത്. ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഇതെടുത്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ സ്ക്വയറും ട്രയാങ്കിളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ക്ലാസിഫൈ ചെയ്തു, ഇങ്ങനെയുള്ളത് സ്ക്വയർ, ഇങ്ങനെയുള്ളത് ട്രയാങ്കിൾ എന്ന് അത് ക്ലാസിഫൈ ചെയ്തു. ഇതിൽ ഈ ലേബിൾഡ് ഡേറ്റാസ് അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് ഫുൾ ഷേപ്സ് ആണ്. പിന്നെ അതിലുള്ള ഷേപ്സ്, ഓരോ ഷേപ്പ് ഇതാണെന്നും കൊടുത്തിട്ടുണ്ട്. അതാണ് ട്രെയിനിങ്ങിന് കൊടുക്കുന്നത്. പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പ്രഡിക്റ്റും ചെയ്യുന്നുണ്ട്. അതേപോലെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ഇൻപുട്ടിൽ ആപ്പിളിൻ്റെ ഇമേജ് കൊടുക്കുന്നു. ആപ്പിളിൻ്റെ ഇമേജ് കൊടുത്തിട്ട് ദീസ് ആർ ആപ്പിൾസ് എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അത് കാണാത്ത വേറൊരു ആപ്പിൾ എടുത്തിട്ട് കാണിക്കുമ്പോൾ ഇത് ആപ്പിൾ ആണ് എന്ന് മെഷീനെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് സൂപ്പർവൈസ്ഡ് മോഡൽ. നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കും, ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പുതുതായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തത് ബേസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അതാണ് സൂപ്പർവൈസ്ഡ് മോഡൽസ്. ഇനി അൺസൂപ്പർവൈസ്ഡ് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൽ ലേബിളൊന്നും കാണത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇത് കണ്ടോ, ഇതിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഈ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ മിക്സഡ് ആണ്, ആപ്പിൾ, വാട്ടർമെലൺ എല്ലാം മിക്സഡ് ആണ്. അപ്പോൾ അത് മോഡലിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ ഈ മോഡൽ തന്നെ അതിനെ ഗ്രൂപ്പ് ചെയ്യാണ്. ഇത് ഫുള്ളും ഒരു ഗ്രൂപ്പാണ്, ഇത് ഫുള്ളും വേറൊരു ഗ്രൂപ്പാണെന്ന് നമ്മൾ കൊടുത്ത ഒറ്റ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒറ്റ ഡേറ്റ സെറ്റിൽ നിന്ന് തന്നെ അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ആപ്പിളാണ്, ഇത് വാട്ടർമെലൺ ആണ്, ഇതൊരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് അതിലുള്ള പാറ്റേൺ, ആ ഒരു ഷേപ്പ്, കളറൊക്കെ വെച്ചിട്ട് അത് തന്നെ രണ്ടിനെയും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. പിന്നെ ഇതിലാണെങ്കിൽ ഫിഷും കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബേർഡ്സിൻ്റെ ടൈപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് റോ ഡേറ്റ ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ലേണിംഗ് അൽഗോരിതമൊക്കെ വെച്ചിട്ട് അതിൽ തന്നെ ഫിഷ് ഐറ്റംസൊക്കെ ഒരു ഗ്രൂപ്പായിട്ടും ബേർഡ് ഐറ്റംസൊക്കെ ഒരു ഗ്രൂപ്പായിട്ടും ഇത് ചെയ്തു, ക്ലസ്റ്ററാക്കി വെച്ചു. അപ്പോൾ ഇതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഓക്കെ, ഇനി ഈ ഡേറ്റ സയൻസിലുള്ള ടാസ്ക് ഒക്കെ എന്താണെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ക്ലസ്റ്ററിങ്, അസോസിയേഷൻ അനാലിസിസ്, റെക്കമെൻഡേഷൻ എൻജിൻസ്, അനോമലി ഡിറ്റക്ഷൻ, ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ്, ടെക്സ്റ്റ് മൈനിങ്, ഫീച്ചർ സെലക്ഷൻ, ഇതൊക്കെയാണ്. ഈ ടേംസ് ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യും. അപ്പോൾ ഓരോ ടേംസും എന്താണ് എന്ന് പഠിച്ചു വെച്ചിരിക്കണം.
ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറിക്കൽ ഔട്ട്കം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. കാറ്റഗറിക്കൽ ഔട്ട്കം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ ദിസ് ഇസ് ആപ്പിൾ, ദിസ് ഇസ് ഇതെന്നൊരു കാറ്റഗറി ആയിട്ടല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. അതാണ് കാറ്റഗറിക്കൽ ഔട്ട്കംസ്. ഇനി റെഗ്രഷൻ ആണെങ്കിൽ ന്യൂമറിക് ഔട്ട്കംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലസ്റ്ററിങ് ആണെങ്കിൽ ഡേറ്റാസിൻ്റെ അകത്ത് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രൂപ്പിംഗ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ക്ലസ്റ്ററിങ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ചെയ്തില്ലേ, ഫിഷൊക്കെ ഒരു ഇതായിട്ടും ബേർഡ്സൊക്കെ ഒരു ഇതായിട്ടും, അതാണ് ക്ലസ്റ്ററിങ്. ഇനിയുള്ളത് അസോസിയേഷൻ അനാലിസിസ്. ഇതാണെങ്കിൽ ഡേറ്റാസിൻ്റെ അകത്ത് ഉള്ള റിലേഷൻഷിപ്സ് ഒക്കെ ഡിസ്കവർ ചെയ്യുന്നതാണ് അസോസിയേഷൻ അനാലിസിസ്. പിന്നെ റെക്കമെൻഡേഷൻ എഞ്ചിനുണ്ട്, അത് പേഴ്സണലൈസിങ് സജഷൻസ് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അനോമലി ഡിറ്റക്ഷൻ ആണെങ്കിൽ അൺയൂഷ്വൽ പാറ്റേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫൈൻഡ് ചെയ്യും. പിന്നെ ഔട്ട്ലെയേഴ്സിൻ്റെ കോൺസെപ്റ്റ് കുറച്ചുകൂടെ സിലബസിൻ്റെ അകത്ത് പോയതിന് ശേഷം പഠിക്കാം. പിന്നെ ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്, അതാണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ വാല്യൂസ്, ഫ്യൂച്ചർ വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ്. പിന്നെ ടെക്സ്റ്റ് മൈനിങ്, അതായത് ടെക്സ്ച്വൽ ഡേറ്റാസിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് എടുക്കുന്നതാണ് ടെക്സ്റ്റ് മൈനിങ്. പിന്നെ ഫീച്ചർ സെലക്ഷൻ ഉണ്ട്, ഫീച്ചർ സെലക്ഷൻ ഇതെല്ലാം നമ്മൾ സിലബസിൻ്റെ അകത്ത് പോയതിന് ശേഷം പഠിക്കാം. പിന്നെ ഈ ഒരു PDF GC തൃശ്ശൂരിലുള്ളതാണ്. അപ്പോൾ ഇതിൽ എല്ലാം ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീപ്പായിട്ട് വേണമെങ്കിൽ ഇത് ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നോക്കി നിങ്ങൾ എല്ലാം പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഡേറ്റാ സയൻസ് പ്രോസസ്സ് നോക്കാം. താങ്ക്